Hi friends, എല്ലാവർക്കും Mailanji പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള കോസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ്. ഈ ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 20ലുള്ള ആ ഒരു പാരഗ്രാഫാണ്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വെച്ചാണ് നിർത്തിയത്? ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ ഫാദർ പഠിച്ചിട്ടുള്ള അതേ കോളേജ് ജോയിൻ ചെയ്യുകയും ആ ഒരു കോളേജ് ലൈഫ് ആദ്യത്തെ 1.5 വർഷം എൻജോയ് ചെയ്യാതെ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോഴേക്കും ആ ഒരു കോളേജ് ലൈഫ് അവർ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully, but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. However, at the end of the third year, Hawking almost floundered. അതായത് ഫ്ലോണ്ടർഡ് മീൻസ് സ്ട്രഗിൾസ്. അതായത് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഹോക്കിങ് നന്നായിട്ട് സ്റ്റഡിയിലൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അതായത് പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹീ സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. അതായത് തിയററ്റിക്കൽ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഹി ഹാഡ് ദെൻ അപ്ലൈഡ് ടു ഡു എ PhD അറ്റ് കാംബ്രിഡ്ജ് ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. എന്താ ഈ ഒരു ലൈനിൽ പറയുന്നത്? ഹോക്കിങ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ ഒരു PhD കിട്ടുന്നതിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്ത് കണ്ടീഷനാണ്? ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ആളിന് മാത്രമേ PhD ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതായത് ഏറ്റവും നല്ല മാർക്കോട് കൂടിയിട്ട് വരുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നുള്ളൂ. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ഹോക്കിങ്ങിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവനത് കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഹോക്കിങ്ങിന് ഉണ്ടായിരുന്നു. എന്തിനുള്ള കോൺഫിഡൻസ് ആണ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനുള്ള ആ ഒരു അവസരം കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് അസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് എക്സാം ഡേറ്റ് ഒക്കെ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ അദ്ദേഹത്തിന് നഷ്ടമായി. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതായത് അദ്ദേഹത്തിന് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലുള്ള ഒരു മാർക്കായിരുന്നു കിട്ടിയത്. Faced with a borderline result, the examiners summoned Hawking for an interview and questioned him about his plans. ഹോക്കിങ്ങിൻ്റെ റിസൾട്ട് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലായിരുന്നു അല്ലേ? അപ്പോൾ എക്സാമിനേഴ്സ് അദ്ദേഹത്തിനെ വിളിച്ചു. സമ്മൺ മീൻസ് കോൾഡ്, അതായത് വിളിക്കുക. അതിനെയാണ് സമ്മൺ എന്ന് പറയുന്നത്. എന്നിട്ട് ഹോക്കിങ്ങിനെ ഇൻ്റർവ്യൂ ചെയ്യാണ്. എന്താ എന്നിട്ട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? ഹോക്കിങ്ങിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു എക്സാമിനേഴ്സ് ചോദിക്കുന്നത്. In spite of the tenseness of the situation, Hawking managed to come up with the kind of remarkable for which he was famous among his friends. അതായത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇത്രയും ടെൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമിലും അദ്ദേഹം വളരെ നിഷ്പ്രയാസം ആ ഒരു ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയുന്നുണ്ട്. അതായത് ഹോക്കിങ് അവൻ്റെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ വിറ്റ് പറയുന്നതിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു അല്ലേ? അപ്പോൾ അതുപോലുള്ള ഒരു കാര്യം ചെയ്തിട്ട് അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിലും ഒരു പ്രത്യേക ആൻസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹോക്കിംഗ് പറയുന്ന ആ ഒരു ആൻസർ നോക്കാം. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. എനിക്ക് ഫസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിൽ പോവും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്. ഇനിയിപ്പോൾ എനിക്ക് സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഈ ഒരു ഓക്സ്ഫോർഡിൽ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മി എ ഫസ്റ്റ്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെൻ ടു കാംബ്രിഡ്ജ്. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടുകയും അദ്ദേഹം ആ ഒരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജിലെ ആദ്യത്തെ ഇയർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൽ ബോറടിച്ചതിനെക്കാട്ടിലും കൂടുതലായിരുന്നു. ഹി സ്ലിപ്പ് ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ടഡ് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. അതായത് മാത്സ് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാത്സ് അധികം അറിയില്ല.
അപ്പോൾ ഈ ഒരു ജനറൽ റിലേറ്റിവിറ്റിയിൽ ആ ഒരു ടോപ്പിക്കിൽ അദ്ദേഹത്തിന് അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത് കുറച്ച് ടഫായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. കാരണം മാത്സ് അതിൽ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് അധികം അറിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക് അദ്ദേഹത്തിന് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു പ്രോബ്ലംസ് മാത്രമായിരുന്നില്ല ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അനദർ ഫാർ മോർ ഡിസാസ്ട്രസ് പ്രോബ്ലം അറോസ് ദെൻ. പുതിയ പുതിയ പ്രോബ്ലംസൊക്കെ തന്നെയും ആ ഒരു സമയത്ത് കുതിച്ചു വരാൻ തുടങ്ങി. അതായത് പുതിയ പുതിയ പ്രോബ്ലംസൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for no apparent reason. Fallen means വീഴുക. അതായത് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൽ കുറേ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാത്തതിന് അദ്ദേഹം ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. അതുമാത്രമല്ല, കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷൂവിൻ്റെ ലേസ് കിട്ടുന്നതിൽ അദ്ദേഹത്തിന് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽട്ടി ടോക്കിങ്. ചില സമയങ്ങളിൽ സംസാരിക്കുന്നതിലും കുറേ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഴാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതുപോലെ ഷൂവിൻ്റെ ലേസ് കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ ആളുകളോട് അതും സംസാരിക്കാനും അദ്ദേഹത്തിന് കുറച്ച് പ്രയാസമായിട്ട് തോന്നി. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ അദ്ദേഹത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ വന്നു തുടങ്ങി. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. അദ്ദേഹത്തിൻ്റെ 21st ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹോക്കിങ്ങിന് വളരെ റെയർ ആയിട്ടുള്ള, അതായത് അധികം ആർക്കും ഇല്ലാത്ത ഒരു ഡിസീസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു അസുഖത്തിൻ്റെ പേര്? അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. ഈ ഒരു അസുഖം ഭേദപ്പെടുത്താനുള്ള മരുന്നൊന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. അതായത് സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും എല്ലാ നെർവ് സെൽസും അത് നശിക്കുന്നതായിരുന്നു ഈ ഒരു അസുഖം വരാനുള്ള കാരണം. അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ആ ഒരു നെർവ് സെൽസ് നശിക്കുന്നതായിരുന്നു. നട്ടലിലെയും അതുപോലെ തന്നെ ബ്രെയിനിലെയും ആ ഒരു നെർവ് സെൽസ് നശിക്കുന്നതാണ് ഈ ഒരു അസുഖത്തിനുള്ള കാരണം. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു ഡീപ്പ് ഡിപ്രഷൻ. ആദ്യം അദ്ദേഹം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറി. എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ തളർച്ച അല്ലെങ്കിൽ വിഷാദരോഗം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക്, ഇത്രയും വലിയ അസുഖം തനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഔട്ട് ടു ഡു ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അദ്ദേഹം വല്ലാതെ ടെൻസ്ഡായി. എന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു ആ ഒരു ടെൻഷന്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇത്രയും വലിയൊരു അസുഖം തനിക്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ ടെൻസ്ഡായി. ഇനി എന്താ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ, അതായത് തൻ്റെ ഫ്യൂച്ചർ ഇനി എന്തായി മാറും, അല്ലെങ്കിൽ താനെപ്പോഴും മരണപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് അദ്ദേഹം വളരെ ടെൻസ്ഡായി. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വർ റാദർ കൺഫ്യൂസ്ഡ്, ഹി അഡ്മിറ്റഡ്. ഈ ഒരു അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് എൻ്റെ ഡ്രീംസൊക്കെ കൺഫ്യൂസ് ആയിപ്പോയി. കാരണം എന്താണ്? അതായത് അസുഖം വന്നതോടെ ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ ഇനി സ്വപ്നം കാണുന്നതൊക്കെ വെറുതെ ആകുമോ, അതൊക്കെ ഓർത്തിട്ട് അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡായി. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. അതായത് എന്താ ഈ ഒരു ലൈനിൽ പറയുന്നത്? ഇങ്ങനൊരു അസുഖം എനിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിൻ്റെ തൊട്ടു മുന്നേ വരെ എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് അധികം പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ബോറിംഗ് ആയിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ലൈഫിൽ പ്രത്യേകിച്ച് ലക്ഷ്യമോ അംബീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ ഒരു ബോറിംഗ് ലൈഫായിരുന്നു എൻ്റെതും. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീം ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. അതായത് പിന്നീട് ഞാൻ എൻ്റെ ആ ഒരു അസുഖവിവരമൊക്കെ അറിഞ്ഞതിന് ശേഷം, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു കൊലയാളിയുടെ അവസ്ഥ തന്നെയായിരുന്നു. കാരണം മരണം ഉറപ്പാണ് എന്നറിഞ്ഞിട്ടും ആ ഒരു ദിവസത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ അതുപോലുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. തൻ്റെ ഈ ഒരു അസുഖം തന്നെ പിടികൂടിയതോടെ തന്നെ തനിക്കും മരണം ഉറപ്പാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അപ്പോൾ എന്നാണ് മരണപ്പെടുക, അല്ലെങ്കിൽ താൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ, അങ്ങനെ ഓർത്തിട്ട് ഒരുപാട് ടെൻഷൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൊലയാളിയുടെ, അതായത് വധശിക്ഷയ്ക്ക് വിധിച്ച ആ ഒരു കൊലയാളിയുടെ മാനസികാവസ്ഥയുമായിട്ട് അദ്ദേഹം തൻ്റെ ഫീലിങ്സിനെ കമ്പയർ ചെയ്യാണ്. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. എൻ്റെ ഈ ഒരു വധശിക്ഷ മാറ്റിവെക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ജീവിക്കാനായിട്ട് കുറച്ചും കൂടെ നാളുകൾ നീട്ടി കിട്ടുകയാണെങ്കിൽ എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് എൻ്റെ മുൻപിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എനിക്ക് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല.
അതായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഒരു അസുഖം വരുന്നതിന് മുന്നേ വരെ ഞാൻ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു നടത്തിയിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരു കാര്യവും എൻ്റെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേജിൽ, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ഭൂമിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഭൂമിയിൽ ചെയ്തു തീർക്കാനായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു അവസാന വേളയിൽ, ഈ ഒരു അവസാന നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. Another recurring dream was the idea of sacrificing my life to save others. എൻ്റെ അടുത്ത സ്വപ്നം എന്തായിരുന്നു? എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുക. അതായത് മറ്റുള്ളവരെ സേവ് ചെയ്യാനായിട്ട് എൻ്റെ ലൈഫിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക. അതായിരുന്നു എൻ്റെ അടുത്ത ആഗ്രഹം, അല്ലെങ്കിൽ അടുത്ത അംബിഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ, ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ, എന്തായാലും ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു അവസാന നിമിഷം കൊണ്ട്, എൻ്റെ ഒരു ലൈഫിനെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു അംബിഷൻ. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് hoped that his condition would stabilize, but the disease aggravated rapidly. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ ഇത്രയും ഡേഞ്ചർ ആയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്ന് ആ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞു. They soon informed him that he had only about 2 more years to live. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 2 വർഷത്തിൽ കൂടുതലൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് അവരെ ഇൻഫോം ചെയ്തു. 2 years passed. The progression of the disease had slowed. I didn't die. 2 വർഷമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ടീഷനിൽ ഒരുപാട് പുരോഗതിയൊക്കെ ഉണ്ടായി. അദ്ദേഹം മരണപ്പെട്ടതൊന്നുമില്ല. ആ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇൻഫാക്ട്, ഓൾദോ there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. എന്താ ഈ ഒരു ലൈനിൽ പറയുന്നത്? എൻ്റെ ഒരു ഫ്യൂച്ചറിന് നേരെ ഒരു ക്ലൗഡ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് ക്ലൗഡ് മീൻസ് മേഘം. I found to my surprise that I was enjoying life in the present more than before. ആ ഒരു സമയത്ത് ഞാൻ എന്നിലുള്ള ആ ഒരു സർപ്രൈസ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. എന്ത് സർപ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്? ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദി പ്രസൻറ്റ് മോർ ദാൻ ബിഫോർ. ഞാൻ എൻ്റെ മുന്നത്തെ ലൈഫിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി വർ പോസ്റ്റ്പോൺഡ്. തൻ്റെ എല്ലാ ഡിസബിലിറ്റീസും, അതായത് തൻ്റെ എല്ലാ കുറവുകളും, അതുപോലെ തന്നെ തൻ്റെ ആ ഒരു മരണവും ഒക്കെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തനിക്കറിയാം. എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടേക്കാം. ഇതൊന്നും മാറിയിട്ടില്ല, ഒന്നും മാറ്റി വെച്ചിട്ടുമില്ല. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രൈവ്, എ പ്രിക്കാരിയസ് ആൻഡ് എ ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രീഷ്യസ്. തൻ്റെ മരണം, തനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു വധശിക്ഷ, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് താൽക്കാലിക ശമനം മാത്രമാണ്, അല്ലാതെ എന്നേക്കുമായിട്ടുള്ള ഒരു മോചനമല്ല എന്നുള്ള കാര്യം തനിക്കറിയാം. ആ ഒരു തിരിച്ചറിവ് തനിക്ക് വന്നിട്ടുമുണ്ട്. സോ ലൈഫ് വാസ് പ്രീഷ്യസ്. അതുകൊണ്ട് തന്നെ തനിക്ക് അവശേഷിക്കുന്ന ആ ഒരു നാളുകൾ അത്രയും തന്നെ തനിക്ക് പ്രീഷ്യസ് ആണ്, വളരെ വിലപിടിപ്പുള്ള ഒന്നാണെന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ് just before he entered the hospital for tests, ഹോക്കിംഗ് met Jane Wilde. ഹോക്കിംഗ് ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോകുന്നതിനൊക്കെ കുറച്ച് മുൻപായിട്ട് സെയിൻറ്റ് ആൽബൻസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ട് ആരെ കണ്ടു? ജെയിൻ വൈൽഡിനെ കണ്ടു. To her, this disheveled graduate student seemed terribly intelligent, eccentric and rather arrogant. ജെയിൻ വൈൽഡിനെ ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ ആയിട്ടാണ് തോന്നിയത്? ഒന്ന് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, മറ്റൊന്ന് എസെൻട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നി. അതുപോലെ തന്നെ റാദർ അരോഗൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ മുൻകോപം. അപ്പോൾ മുൻകോപക്കാരനായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക വിചിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ ജെയിൻ വൈൽഡിന് തോന്നി. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. അതോടൊപ്പം തന്നെ ജെയിൻ വൈൽഡിന് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം എന്തായിരുന്നു? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആ ഒരു വിറ്റ് അത് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജെയിൻ വൈൽഡിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദി ഹോസ്പിറ്റൽ ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. അതായത് പിന്നീട് ജെയിൻ വൈൽഡ് ഒരിക്കൽ കൂടി ഹോക്കിങ്ങിനെ കാണുന്നുണ്ട്. എപ്പോഴാണ് കാണുന്നത്? അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ട് ജെയിൻ വൈൽഡ് ഹോക്കിങ്ങിനെ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹോക്കിങ്ങിനെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. അതായത് പതറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുർബലമായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഹോക്കിങ്ങിനെ കാണുമ്പോൾ ജെയിൻ വൈൽഡിന് ഉണ്ടായിരുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആ ഒരു താല്പര്യമൊക്കെ നഷ്ടപ്പെട്ട പോലെ. ഐ തിങ്ക് ഹീ ഈസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. അതായത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്ന് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് തൻ്റെ ഭാവി എന്തായിരിക്കും, ഇനി ഫ്യൂച്ചറിൽ തനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, എത്ര കാലം താൻ ജീവിച്ചിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിട്ട് അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണെന്നും എനിക്ക് തോന്നി. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God, ingrained from childhood by her mother, and a belief that good can come out of any adversity. അപ്പോൾ എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? ജെയിൻ എങ്ങനെയുള്ള ക്യാരക്ടറായിരുന്നു? ഒരിക്കലും ഹോക്കിങ്ങിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ, ഹോക്കിങ്ങിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുത്തുവാക്കുകളൊന്നും തന്നെ ജെയിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ ഒന്നും തന്നെ മുറിവേൽപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക തരം ക്യാരക്ടറായിരുന്നു ജെയിൻ്റേത്. പിന്നീട് ജെയിൻ്റെ ക്യാരക്ടറാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിലെന്താ പറയുന്നത്, വളരെ ഷൈ ആയിട്ടുള്ള, അതായത് നാണക്കാരിയായിട്ടുള്ള, അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു ജെയിൻ്റേത്. പിന്നെ ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമുള്ള ഒരു ഭക്ത കൂടിയാണ്. കാരണം കുട്ടിക്കാലത്ത് അവളുടെ മദർ പറഞ്ഞു കൊടുത്തിട്ടുള്ള, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ അവൾ ഒരു ദൈവഭക്ത കൂടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അതിനെ പോസിറ്റീവായി കണ്ട് പോസിറ്റീവ് തോട്ടോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ജെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജെയിൻ വൈൽഡിൻ്റേത്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹോക്കിങ്ങിന് അവളോടൊരു ആരാധന തോന്നി തുടങ്ങി. അഡ്മയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധിക്കുക, അതുപോലെ തന്നെ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ശുഭാപ്തി വിശ്വാസം, എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനുള്ള ആ ഒരു ചിന്താഗതി, അതിനുള്ള ഒരു കഴിവ്, അതാണ് ഓപ്റ്റിമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ള ആ ഒരു ജെയിൻ വൈൽഡിനെ കണ്ടപ്പോൾ ഹോക്കിങ്ങിന് അവളോടൊരു ആരാധന തോന്നി തുടങ്ങി. പതിയെ പതിയെ ആ ഒരു ആരാധന ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നയിച്ചു. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗാൻ ടു റിയലൈസ് ഇൻ ജെയിൻസ് വേർഡ്സ് ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. പിന്നീട് അവർ മനസ്സിലാക്കി, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവർ പിന്നീട് മനസ്സിലാക്കി. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം ജെയിൻ്റെ ആ ഒരു സപ്പോർട്ടും വാക്കുകളും ആ ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഹോക്കിങ്ങിൽ കൊണ്ടുവന്നു. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കീസ്, വൺ ഓഫ് ദ കോളേജസ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അതായത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ലൊരു കോളേജായിരുന്നു കീസ് എന്നുള്ളത്. അവിടെ റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ഹോക്കിംഗ് അപ്ലൈ ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് പോയി. In 1965, at the age of 23, Hawking received his fellowship at Case. And in July of the same year, Jane and he were married. 1965 ഹോക്കിങ്ങിന് ഹീസ് എന്ന ആ ഒരു കോളേജിൽ നിന്ന് ആ ഒരു ഫെലോഷിപ്പ് കിട്ടി. ഇത് അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ വയസ്സിലായിരുന്നു ഈ ഒരു ഫെലോഷിപ്പ് കിട്ടുന്നത്. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. അതേ വർഷത്തിൽ തന്നെ ആ ഒരു ജൂലൈയിൽ ഹോക്കിങ്ങും ജെയിനും വിവാഹം കഴിക്കുകയും ചെയ്തു. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചിട്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ മൈലാഞ്ചിയുടെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.